വഞ്ചിയൂരിൽ റോഡടച്ചുള്ള CPIM ഏരിയ സമ്മേളനം നടത്തിയ കേസിലെ കോടതി അലക്ഷ്യ ഹർജി മാർച്ച് 3 മാറ്റി. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഹൈക്കോടതിയിൽ ഹാജരായി. സംസ്ഥാന പോലീസ് മേധാവി അധിക സത്യവാങ്മൂലം സമർപ്പിക്കണം. MV ഗോവിന്ദൻ വീണ്ടും ഹാജരാകേണ്ടെന്ന് ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. ശ്രീകാന്ത് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഈ നേരത്തെ ശ്രീകാന്ത് പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ഒരു കൗതുകം എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയ നേതാക്കളും തന്നെ ഹാജരായി എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ MV ഗോവിന്ദൻ ഇനി വീണ്ടും ഹാജരാകേണ്ടതില്ല, പക്ഷെ മാറ്റിവെച്ചിരിക്കുകയാണല്ലോ. എന്നത്തേക്കാണ് മാറ്റിയത്? എന്തെല്ലാം വിവരങ്ങളാണ് കൂടുതലുള്ളത്? ഈ രാഷ്ട്രീയ പാർട്ടികൾ പൊതുജനങ്ങളുടെ സ്വൈരവിഹാരത്തിന്, അത് ഈ വഴി അടച്ചു കെട്ടിയുള്ള സമരങ്ങളിലൂടെയും വഴി തടഞ്ഞുകൊണ്ടുള്ള സമരങ്ങളിലൂടെയും വഴിയടച്ച് ഉള്ള പൊതുപരിപാടികളിലൂടെയും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞാണ് കോടതി രാഷ്ട്രീയ നേതാക്കൾക്ക് കൂടി ഒരു മുന്നറിയിപ്പ് നൽകാൻ തീരുമാനിച്ചത്. ഇതിനു മുൻപ് കോടതി ഈ കേസിൽ പലതവണ ഇടക്കാല ഉത്തരവുകളൊക്കെ ഇറക്കിയിട്ടുള്ളതാണ്. പക്ഷേ അതൊന്നും തന്നെ കൃത്യമായി പാലിക്കപ്പെടുകയുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് കോടതിയലക്ഷ്യ കേസ് എടുക്കുന്നത്. കോടതിയലക്ഷ്യ കേസിൽ കോടതി പക്ഷേ ചെയ്തത് ഈ നേതാക്കളെ, എല്ലാ പാർട്ടികളുടെയും ഏറ്റവും മുതിർന്ന നേതാക്കളെ, അതിന് സെക്രട്ടറിമാരടക്കമുള്ളവരെ വിളിച്ചു വരുത്തുക എന്ന കൗതുകകരമായ നടപടി കോടതി സ്വീകരിച്ചു. ഇന്നങ്ങനെ MV ഗോവിന്ദൻ ഹൈക്കോടതിയിൽ ഹാജരായി. 3 ആഴ്ചയ്ക്കകം സത്യവാങ്മൂലം സമർപ്പിക്കാം എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ മറ്റ് നേതാക്കൾക്ക് കൊടുത്ത ഇളവ് പോലെ ഇനി ഹാജരാകേണ്ടതില്ല, ഒരു തവണ വന്നാൽ മതിയാകും എന്നുള്ള ഇളവ് MV ഗോവിന്ദനും ഇപ്പോൾ കോടതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ സത്യവാങ്മൂലത്തിൽ ഹൈക്കോടതി അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ സത്യവാങ്മൂലം നൽകാൻ സംസ്ഥാന സർക്കാരിന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്തൊക്കെ നടപടി സ്വീകരിച്ചു എന്ന് അറിയിക്കാൻ DGPയോടും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ കേസ് മാർച്ച് 3 തീയതിയിലേക്കാണ് മാറ്റിവെച്ചിട്ടുള്ളത്. അന്ന് MV ഗോവിന്ദൻ സത്യവാങ്മൂലം നൽകണം, DGP നൽകണം, ചീഫ് സെക്രട്ടറി കഴിഞ്ഞ തവണ നിർദ്ദേശം നൽകിയിരുന്നു, അദ്ദേഹം നൽകണം. ഈ മറ്റ് നേതാക്കളെല്ലാം വ്യക്തിഗത സത്യവാങ്മൂലം നൽകണം. അത് സ്വാഭാവികമായും ഇനി ഉണ്ടാകില്ല എന്ന് പറയാൻ തന്നെയാണ് സാധ്യത. ശരി, ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.